വീണ്ടും നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകുമ്പോൾ CPIM അംഗത്വം പുതുക്കാതെ പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത. പുന്നപ്രയിലെ വസതിയിൽ ആണ് CS സുജാത എത്തിയത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സുധാകരന്റെ അനന്തരവനുമായ N ഹരിശങ്കറും സുജാതയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്നു. ശരണ്യ സ്നേഹജൻ ആണ് ചേരുന്നത്. ശരണ്യ, ഇപ്പോഴും സുധാകരൻ മൗനം തുടരുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. അനുനയ നീക്കങ്ങൾ തുടരുകയാണ്. അഭിലാഷ്, ഇപ്പോൾ അല്പസമയം മുമ്പാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N ഹരിശങ്കറും ഇപ്പോൾ സുധാകരന്റെ പുന്നപ്രയിലെ വസതിയിലെത്തിയത്. അദ്ദേഹവുമായി കണ്ട് സംസാരിച്ചതിന് ശേഷം പിന്നീട് CS സുജാത ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിലുള്ള ഒരു കൂടിക്കാഴ്ച, അതായത് സ്ഥിരം വരാറുണ്ട്, അതുകൊണ്ട് വന്നതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സുധാകരനുമായുള്ള ഒരു കൂടിക്കാഴ്ച ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം അനുമാനിക്കാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ സുധാകരൻ മാധ്യമങ്ങളോടടക്കം പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ഫേസ്ബുക്കിലൂടെ അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ എഴുതി അറിയിച്ചതിനപ്പുറത്തേക്ക് മറ്റൊരു മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു മൗനം പാലിക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് ഇനിയുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു ആലോചന എന്നുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടി ആയിരിക്കണം ഒരുപക്ഷെ അദ്ദേഹവും ഒപ്പം തന്നെ കുടുംബവുമായി തന്നെ അടുത്ത ബന്ധമുള്ള CS സുജാതയും ഒപ്പം തന്നെ N ഹരിശങ്കർ എന്ന് പറയുന്നത് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണെങ്കിലും ജി സുധാകരന്റെ ബന്ധുവാണ്. അപ്പൊ ഇവർ രണ്ടുപേരും ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ്. പക്ഷേ ആ കൂടിക്കാഴ്ച അവസാനിപ്പിച്ച് അവർ മടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഒരു പോസിറ്റീവായ ഒരു റിസൾട്ട് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അകത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും ജി സുധാകരനുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടതല്ലാതെ തിരിച്ച് മറുപടികളൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സുധാകരൻ ഇപ്പോഴും ഒരു മൗനം തുടരുകയാണ്. മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കുന്നത്, സാധാരണഗതിയിൽ മാധ്യമങ്ങളോടൊക്കെ അദ്ദേഹം സംസാരിക്കുന്നതാണ്, പക്ഷെ മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം എടുക്കുന്ന ഒരു തീരുമാനം വളരെ കടുത്തതാകുമെന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഈ കടുത്ത തീരുമാനം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ സൂചിപ്പിച്ചതാണ്. ഒന്ന്, പാർട്ടിയുമായി ഇനി തിരികെ സഹകരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ സുധാകരൻ മത്സരിക്കുമോ എന്നൊരു ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം മറ്റൊരു പാർട്ടിയുടെ ഭാഗമാകണമെന്നില്ല എങ്കിൽ പോലും അഭിലാഷ്, അതിനുള്ള സാധ്യത നല്ല രീതിയിൽ ആലപ്പുഴയിൽ ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അമ്പലപ്പുഴയിൽ തന്നെ ജി സുധാകരൻ അത്തരമൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ സുധാകരനിൽ നിന്നും മനസ്സിലാക്കാൻ, അദ്ദേഹത്തിന്റെ ഒരു നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോവുകയോ അത്തരത്തിലൊരു രാഷ്ട്രീയ അഭയം തേടുകയോ സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്നുള്ളതാണ്. മറിച്ച് അദ്ദേഹം ഈ നിലപാടുകളുമായി തന്നെ നിന്നുകൊണ്ട് ഇപ്പോൾ നമുക്ക് പാലക്കാട് അടക്കം ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ പോലെ തന്നെ ഇതേ നിലപാടുമായി നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ ആ ഒരു മത്സരത്തിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ. അത്തരം ഒരു സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒരുപക്ഷെ അമ്പലപ്പുഴയിൽ സംഭവിക്കാൻ പോകുന്നത് അതുതന്നെ ആവാനുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. കാരണം ഈ ഒരു വിഷയം, പ്രത്യേകിച്ച് അമ്പലപ്പുഴയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിത്വമടക്കമുള്ള നിലവിലെ LDF സ്ഥാനാർത്ഥിത്വമടക്കം ഉള്ള കാര്യങ്ങൾ, ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പരിഹാസം, അതും മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായ ഒരു AKG സെന്ററിന്റെ ലൈവിലാണ് അത്തരത്തിലൊരു പരസ്യ പരിഹാസം പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിലൊക്കെ കടുത്ത അസംതൃപ്തനാണ് ജി സുധാകരൻ. തന്നെ അപമാനിച്ചതിന് തുല്യമാണ് അത് എന്നുള്ള ആ ഒരു നിലപാടിൽ നിന്ന് അദ്ദേഹം മാറുന്നില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങളോട് പോലും പ്രതികരിക്കാൻ പല തവണ നമ്മൾ ശ്രമിച്ചു അദ്ദേഹത്തിൽ നിന്നും വിവരങ്ങൾ തേടാൻ. പക്ഷെ ആർക്കും അകത്തേക്ക് പോലും പ്രവേശനം നൽകുന്നില്ല. ആരെയും വെറുതെ പോലും കാണാനായി ജി സുധാകരൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കടുത്ത ഒരു തീരുമാനം എടുക്കും എന്നുള്ള സൂചന തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ അമ്പലപ്പുഴ ഒരുപക്ഷെ സംസ്ഥാനം തന്നെ ഉറ്റുനോക്കുന്ന പല കാഴ്ചകൾക്കും ഈ തെരഞ്ഞെടുപ്പ് വേദിയാകുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അനുനയ ശ്രമം എന്നുള്ളത് കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി അടക്കം സുധാകരനോട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ അത്തരം ഒരു സംസാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30-ഓടെ, അതായത് ഈ സംഭവങ്ങൾ ഉണ്ടായ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം വന്ന ദിവസം രാത്രി 10:30-ഓടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോഴും മെമ്പർഷിപ്പ് പുതുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളല്ല സംസാരിച്ചത്. മറിച്ച് അദ്ദേഹം വ്യക്തമാക്കിയത്
ഈ നിലവിൽ തനിക്കെതിരെ ഉണ്ടായിരിക്കുന്ന പ്രചരണങ്ങൾക്ക് വിശദീകരണം നൽകുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു അനുനയ ശ്രമങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് നമുക്ക് ഒരിക്കലും അനുമാനിക്കാൻ കഴിയില്ല. ഈ പെരുമ്പളം പാലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഇപ്പോൾ ക്ഷണിച്ചു എന്നുള്ള വാർത്തകളും ശരിയല്ല എന്നുള്ളതാണ്. കാരണം നേരത്തെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തെ പെരുമ്പളം പാലവുമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടന ചടങ്ങിലേക്ക് നേരിട്ട് ക്ഷണിച്ചിരുന്നു. എന്നാൽ അനാരോഗ്യം മൂലം പങ്കെടുക്കാനാവില്ല എന്ന് ജി സുധാകരൻ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ക്ഷണം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പെരുമ്പളം പാലവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ട ഉദ്ഘാടന പോസ്റ്ററുകൾ, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങൾ അവിടെ ഒന്നും തന്നെ സുധാകരന്റെ പേര് ഉണ്ടായിരുന്നില്ല. പിന്നീട് ജി സുധാകരൻ ഫേസ്ബുക്കിൽ പെരുമ്പളം പാലത്തിന്റെ ചരിത്രവും ഒപ്പം തന്നെ അത് പത്രമാധ്യമങ്ങളിലൂടെയാണ് അതിന്റെ ഉദ്ഘാടനം താൻ അറിഞ്ഞതും എന്ന് സുധാകരൻ കുറിച്ചു. അതിന് പിന്നാലെയാണ് പിന്നീട് മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷമാണ് ക്ഷണിക്കുന്നത്. പക്ഷേ ആ ക്ഷണം അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നിരസിക്കുകയായിരുന്നു. ഇപ്പോൾ നാളെ ആലപ്പുഴ ജില്ലയിൽ 2 പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കുന്നുണ്ട്. പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനം, ഒപ്പം തന്നെ JC റോഡ് 1000 കോടിക്കുമേൽ പണം ചെലവഴിച്ച റീബിൽഡ് കേരളയുടെ ഭാഗമായി നിർമ്മിച്ച AC റോഡിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രിയാണ് ആലപ്പുഴയിൽ നടത്തുന്നത്. ഈ 2 പദ്ധതികളും കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട നിർണായക പങ്ക് വഹിച്ച 2 പേരാണ് ആലപ്പുഴയിലുള്ള തോമസ് ഐസക്കും ഒപ്പം തന്നെ അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കും ഒപ്പം പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരനും. ഈ പരിപാടികളിൽ ഇവർ വിട്ടുനിൽക്കുന്നു അല്ലെങ്കിൽ ഇവർ എത്തുമോ എന്നുള്ളതും ചോദ്യമായി നിൽക്കുകയാണ്. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ സുധാകരൻ നേരത്തെ തന്നെ അത് പങ്കെടുക്കില്ല എന്നുള്ള കാര്യം നവമാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട്. അഭിലാഷ്. എന്തായാലും ഇപ്പോൾ CS സുജാത അടക്കം എത്തി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. CS സുജാത അവിടെ എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശരണ്യ, ഇങ്ങനെയൊരു വിഷയമായതുകൊണ്ട് തന്നെ സാധാരണ പാർട്ടി പ്രവർത്തകരൊന്നും കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്നൊന്നും മാധ്യമങ്ങളോട് വെളിപ്പെടുത്താറില്ല. അതുകൊണ്ട് തന്നെ ചർച്ച നടത്തുന്നവരുടെ അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തുന്നവരുടെ ഭാഗത്തു നിന്നും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ അല്ലേ? CS സുജാതയും N ഹരിശങ്കറും ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ ഈ സുധാകരനെ സംബന്ധിച്ചിടത്തോളം വളരെ ജൂനിയർ ആയിട്ടുള്ള ഇപ്പോൾ CS സുജാത പാർട്ടിക്ക് ഏറ്റവും നേതൃത്വത്തിലുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമാണെങ്കിൽ പോലും സുധാകരനെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഒരു ഗുരുശിഷ്യ ബന്ധം പോലെയുള്ള അങ്ങനെയുള്ള ഒരാളുകളാണ് ഇവർ രണ്ടുപേരും. ഇവർ ഇടപെട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല ജി സുധാകരന്റെ വിഷയം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. കാരണം ഇവർക്ക് ഇടപെട്ട് ഒരുപക്ഷെ അവർ വരുന്നതോ അവർ കാണുന്നതോ ജി സുധാകരൻ തടയിലായിരിക്കും. പക്ഷെ അതിനകത്തൊരു സൊല്യൂഷൻ കണ്ടെത്താനായി സംസാരിച്ച് അനുനയിപ്പിക്കാൻ പറ്റിയ ആളുകളല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു രീതിയിൽ ഗൗരവത്തോടെ അദ്ദേഹം ഈ വിഷയം ഇവരുടെ കൂടിക്കാഴ്ച കാണുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം അത് ഇപ്പോൾ ഹരിശങ്കർ ആണെങ്കിൽ പോലും ജി സുധാകരന്റെ ബന്ധുവാണ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണെങ്കിലും അദ്ദേഹം സഹോദരനാണ്. അപ്പോൾ ആ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം ഈ CS സുജാതയാണെങ്കിലും വളരെ വിദ്യാർത്ഥി രാഷ്ട്രീയ ഘട്ടം മുതൽ തന്നെ ജി സുധാകരനുമായി അടുത്തിടപെട്ടിട്ടുള്ള ഗുരുശിഷ്യ ബന്ധം പോലെയുള്ള ബന്ധമുള്ളവരാണ്. അപ്പോൾ ആ രീതിയിൽ സുധാകരൻ അവരെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വന്നത് സംസാരിച്ച് പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് ഇതെന്ന് തോന്നില്ല. അത് മാത്രമല്ല അഭിലാഷ്, ഈ 4 ദിവസങ്ങളായി സുധാകരൻ തുടരുന്ന മൗനം അതൊരു കടുത്ത തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു എന്നുള്ള സൂചനകളാണ് നൽകുന്നത്. എന്തായാലും സുധാകരന്റെ ഉള്ളിലിരിപ്പ് എന്ത് എന്നത് ഇപ്പോഴും വ്യക്തമല്ല. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. മുതിർന്ന നേതാക്കളടക്കം അനുനയിപ്പിക്കാൻ നോക്കുമ്പോഴും സുധാകരൻ വഴങ്ങുന്നില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.